ഗായ്സ് എല്ലാവരും സ്മാർട്ട് അല്ലേ ഗായ്സ്? അതെന്തായാലും നല്ല രീതിക്ക് സ്മാർട്ട് തന്നെയാണ്. അപ്പൊ വയ്യ, ജലദോഷവും പനിയൊക്കെ ആയി ചെറിയൊരു ട്രിപ്പിലാണ് ഞാൻ. അപ്പൊ ഇന്നെന്താ പരിപാടി എന്ന് ചോദിച്ചാൽ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കണായിരുന്നു. അപ്പോഴാണ് ഒരു കമ്പനിക്കാർ ഇങ്ങനെ വിളിച്ചത്. അത് എൻ്റെ ഒപ്പം +2 പഠിച്ചു കുറെ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അവളെന്നെ വിളിക്കുക. അപ്പൊ അവളെന്നെ വിളിച്ചിട്ട് ജസ്റ്റ് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവള് പറഞ്ഞാ പിന്നെ നീ ഇങ്ങോട്ട് വാ, വെറുതെ പോസ്റ്റ് അങ്ങോട്ട് വാലാന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച് ഞാൻ നേരം അവളുടെ അടുത്തായിട്ടൊന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവൾക്ക് ഒരു കൊച്ചുണ്ട്, അവളുടെ കൊച്ചിനെ വന്ന് കാണാനില്ലാന്ന് പറഞ്ഞു. ഞാൻ കല്യാണങ്ങൾക്ക് ശേഷം അവളെ ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പൊ ജസ്റ്റ് അവളെ ഒന്ന് കാണണം, അവളുടെ അടുത്തായിട്ട് ഇങ്ങനെ നടന്നിട്ടിരിക്കണേ. അപ്പൊ നടന്നിട്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഒരു കാര്യം ഓർത്തത്. ഞാൻ റോഡിനെ കുറിച്ച് എന്തൊരു വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ല എല്ലാവരും? ഗതാഗതം ഉത്തരവാദിത്തം ഇല്ലെന്ന് പറഞ്ഞാൽ സത്യമാണ് ഗൈസ്. അയ്യോ അതെ, റോഡിന്റെ കുറച്ച് പരിപാടി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാട്ടാ. ബസ് ഇവിടെ ഒന്നും അത്ര വിഷയമില്ലാട്ടാ, ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല. ഒരു റോഡാണ്. പക്ഷേ അരൂര് ഭാഗത്താട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല ട്രിപ്പാണ്. അരൂര് ഭാഗമൊക്കെ അറിയാലോ, ഭയങ്കര സീനാ. ചെളി, ഇതിലൊക്കെ ചെറിയ ചെറിയ കുഴികൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ളു. അതിവിടെയൊക്കെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. കുറച്ച് കുഴികളും ഇതൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അധികം ഗംഭീരമായിട്ട് ഉള്ളപ്പുണ്ട്. പെയിന്റ് അടിയൊക്കെ നടക്കണം പാലത്തിന്റെ വെളിയിൽ. കൊള്ളാല്ലേ? പെയിന്റ് ഒക്കെ അടിച്ചാലും മനോഹരമായിക്കൊണ്ടിരിക്കണേ. ഇതൊക്കെ നല്ല പെയിന്റ് ഒക്കെ അടിക്കണോ? ഈ സൂപ്പർ സ്കൂളൊക്കെ വിട്ടോണ്ട് വന്നിട്ടിരിക്കണ കേട്ടാ. നമ്മുടെ ഗ്രാമത്തിലൂടെ നമ്മുടെ നാട്ടിലൂടെ അങ്ങ് നടക്കണ ഗൈസ്. സ്ഥലത്തെ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ പലചരക്ക് സാധനങ്ങളും കുറച്ച് മാർക്കറ്റ് എന്നല്ല, മീനും പരിപാടിയൊന്നുമല്ല, ബേക്കറികളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാരൊക്കെ വന്ന് ചേർന്ന ഒരു വലിയൊരു സ്ഥലമാണ് അവിടെ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്, കുഴപ്പമില്ലാണ്ട്. അതൊരു നമ്മുടെ ഒരു കമ്പനിക്കാരൻ്റെ കടയാണ് ഗൈസ്. 32 ഒരു അത്യാവശ്യം ഡ്രസ് കോഡൊക്കെ നൈസാണ് ഇവിടുത്തെ. അത് ഇവിടെ നിന്നാണ് കൂടുതലും ഡ്രസ്സ് എടുക്കുക. ഞാനും കമ്പനിക്കാരും എല്ലാവരും മിക്കപ്പോഴും ഡ്രസ്സ് എടുക്കും. എടുക്കാറുള്ളപ്പോഴൊക്കെ ഇവിടെ നിന്ന് എടുക്കാറുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡ്രസ്സിങ്ങാ. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ മിഠായിനും മേടിച്ചിട്ട് പോലും ശരിയായ ഗൈസ്. ജസ്റ്റ് ഒരു മിഠായിനും മേടിക്കണം. ഒരു ബേക്കറി ഉണ്ട് അവിടെ. ബേക്കറി കയറി ചെറിയൊരു മിഠായി എന്തെങ്കിലും മേടിച്ചിട്ട് പോകാലാന്ന് പറഞ്ഞത്. അപ്പൊ ഏത് പ്രദേശം എന്ന് പറഞ്ഞാൽ നൈസാണ്, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് ഗൈസ്. ഞാൻ വർഷങ്ങളായിട്ട് കാണുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ കുറച്ച് കടകളൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ ബേക്കറിയിലായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബേക്കറി. അവിടെ കയറി എന്തെങ്കിലും മേടിക്കണം. എന്ത് മേടിക്കുമെന്ന് ഞാൻ ആലോചിക്കട്ടെ ഗൈസ്. കുറച്ച് സിൽക്ക് ഐറ്റംസ് ഇങ്ങനെ എന്തെങ്കിലും സാധനം മേടിച്ചു കൊടുക്കാം അല്ലേ? അങ്ങനെ എന്തെങ്കിലും മിഠായി ഒന്നും വേണ്ട, അതൊക്കെ ശരിയാവില്ല. പിന്നെ അതിൻ്റെ ഒരു സിൽക്ക് നോക്കി എടുക്കട്ടെ ഗൈസ്. അങ്ങനെ ഞാനൊരു ചെറിയ സിൽക്ക് മേടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ പെട്ടുപോയി ഗൈസ്. മഴയത്ത് വന്ന് കെട്ടിയത് ഒരു സ്പോട്ട്. ഞങ്ങൾ കുഞ്ഞാലും തൊട്ട് കാണുന്ന ഒരു സ്പോട്ടാട്ടാ. വെള്ളമൊക്കെ കിടക്കും. ഈ വെള്ളമൊന്നും പണ്ടൊന്നും കണ്ടിട്ടില്ല, ഉണ്ടാവുമല്ലൊക്കെ. ഈ പാലം കണ്ട, പാലം ഈ റോഡ് പണി കാരണം വന്നാൽ നല്ല ഭംഗിയുണ്ട്. പക്ഷെ പാലം ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഏട്ടൊന്നും അങ്ങനെ അധികം വരാറില്ല, എന്നാലും കൊള്ളാട്ടാ, നല്ല രസം. അയ്യോ മഴയത്ത് ഇങ്ങനെ പെട്ട്. അവളുടെ വീട് അങ്ങാട്ടാണ് പോണേന്നും പറഞ്ഞാണ് ഞാൻ ആദ്യം ഇരുന്നത്. പക്ഷെ അവളുടെ പറഞ്ഞ അങ്ങാട്ടാണെന്നാണ് പറഞ്ഞത്. ഒരു പോലീസ് സ്റ്റേഷനും ഉണ്ട് ഗൈസ്. ഇതാണ് ആ പോലീസ് സ്റ്റേഷൻ. ഒരു പഴയകാല പോലീസ് സ്റ്റേഷൻ മൂടാൻ എനിക്ക് തോന്നണത് ഇതൊക്കെ കാണുമ്പോൾ. ഇവിടെ നിന്ന് നേരെ നടന്ന് ഇതുവഴി ഇങ്ങനെ നടന്നാ കുറച്ച് അങ്ങോട്ട് പോവാം. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഉള്ള വീടെന്ന് പറഞ്ഞത്. പക്ഷേ ഈ വെള്ളത്തിന്റെ കളറൊന്നും ഒരു രസമില്ല, പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ലൊരു പുഴകളും പാടങ്ങളും, അതിൻ്റെ മേളിലൊരു പാലം പണിയില്, അതിൻ്റെ മേളിലൊരു പാലം, അതിൻ്റെ താഴത്ത് വേറൊരു പാലം, എല്ലാം നല്ല രസമുണ്ട് ഗൈസ്. അതിനിടയിൽ ഞാൻ ഈ മഴയത്ത് ഇങ്ങനെ നടക്കുന്നത് കൂടി കാണുമ്പോൾ എനിക്കൊരു വളരെ മനോഹരം. ഞാനിവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നേരെ അവളുടെ അടുത്തായിട്ട് പോകണം. മഴയാണ് എല്ലാത്തിനും ടാസ്ക് കിട്ടിയത്. മഴ പെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നെങ്കിൽ ഞാൻ വണ്ടിക്ക് വരുവുള്ളായിരുന്നു. വണ്ടിക്ക് വന്നിരുന്നെങ്കിൽ മഴ നനഞ്ഞ് റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ കൊടയുണ്ടായിരുന്നു, അതിന് സൂപ്പറായിരുന്നു, മനോഹരമായിരുന്നു ഗൈസ്. ഞാനെന്തായാലും അവിടെ എത്തട്ടെ ഗൈസ്. ഞാനങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. അവരെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇരിക്കണേ. അവര് നാളം വന്നോന്ന് വിളിച്ചിരിക്കുന്നത് ഗൈസ്. ഇതാണ് അവള് ഉടുപ്പിടിച്ചിട്ട് കൊണ്ടുവരും കേട്ടാ. ഉടുപ്പിടിച്ചിട്ട് ഞാൻ കാണിച്ചതല്ല കേട്ടല്ല കാണാൻ. എൻ്റെതായിട്ടുള്ളൊരു നാളം പിടിച്ചിങ്ങനെ ഇരിക്കണേ. ചുമ്മാ കത്തി ഗൈസ്. ഇതാണ് ചെറുക്കൻ. ഹലോ പറഞ്ഞേ. വാ ഒരു നാളം വാടോ.
മിഠായി കൊടുത്തിട്ടുള്ള കൈസ് ചെറുക്കൻ്റെ ഈ സാധനം ഞാൻ മോഷ്ടിച്ച് അല്ലേ ഞാൻ എടുത്തോട്ടെ ഇത് ഈ മിഠായി വേണ്ടത് തിന്നൂലേ വേണ്ടേ ഓ സീൻ ആളുടെ ഡാർ സീനാണ് കേട്ടാ ആൾക്ക് ഭയങ്കര നാണമൊക്കെ പിടിച്ച് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കണാണ് ഗൈസ്. ഹലോ പേര് പറയണോ എൻ്റെ പേര് പറ ഒരു ഹായ് പറയുക ഞാൻ എടുക്കാം ഗൈസ് ഹായ് ഇവിടെ ഒരു കണക്കിന് ഞാൻ ഇവിടെ എടുത്ത് ഗൈസ് സമ്മതിക്കുള്ള ആള് നോക്കിയേ ഈ ക്യാമറ അല്ലാണ്ട് നോക്കി എല്ലാവരോടും ഒരു ഹലോ പറഞ്ഞേ ഹലോ പറ ഹലോ പോട്ടെ അയ്യോ ഓടണ അത് കഴിയില്ല നമ്മുടെ ഇവിടെ ഇരിക്കാൻ എന്നെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു സങ്കടം ഇട്ട് കൊടുത്തേക്കാലേ പോട്ടെ ഹായ് പറ അയ്യോ ഫോണ് ഗൈസ് അവള് എനിക്ക് വെള്ളം എടുത്തോണ്ടിരിക്കുന്നത് അവളെ കാണിച്ചു തരാം അവളെ പരിചയപ്പെടുത്തി തരാട്ടാ ഗൈസ് അവളെ എനിക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് ജ്യൂസ് ഇതാണ് റസിയ ഹലോ നമ്മള് കൊറേ കാലങ്ങളായില്ലേ കണ്ടിട്ട് വലിയ വെച്ച് ഇവളൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ മെയിനായി പോയില്ലേ വലിയ ആൾക്കാരായി ഇപ്പൊ കൊച്ചായി കുടുംബമായി കുടുംബം പറ്റിയായി അങ്ങനെ 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 ആ അതന്നെ കുടുംബനാദി അതൊക്കെ ആയി പോയവള് അതൊക്കെ ഇപ്പൊ വലിയ ആൾക്കാര് നമുക്ക് പിന്നെ ഇപ്പോഴും സിംഗിൾ അതാണ് നമ്മുടെയൊക്കെ ലൈഫ് ഇതൊക്കെയാണ് ലൈഫ്. ജ്യൂസ് ഉണ്ടായിക്കൊണ്ട് വേണ്ട അവളെ കൈപ്പുള്ളി തന്നെ നോക്കണം ആദ്യമായിട്ടാണ് ഒരു സാധനം ഉണ്ടാക്കിയാൽ കുടിക്കുന്നേടാ ജ്യൂസ് ഉണ്ടാക്കിട്ട് വരാം ഗായ്സ് സകര ഞാൻ ഇവിടെ കയ്യിലെടുത്ത് ഒരു ഹായ് പറഞ്ഞോ ഹായ് പറയുന്നുണ്ട് പറ ഒരു ഹായ് പറ ഓ അതേ പട്ടീനായിട്ട് കളിക്കുന്നുണ്ട് ഇവിടെ താഴത്ത് വെച്ച് പട്ടി പോയിട്ട് ബോബോ ഹായ് ഹായ് പറയാൻ കൈ കൊച്ചു കാണിക്കുന്നുണ്ട് നമുക്ക് ജ്യൂസായിട്ട് വന്നിട്ടുണ്ട് അയ്യോ അടുത്ത് പോവാ അവിടെ നല്ല ഫ്രഷ് ജ്യൂസ് കൊള്ളാലോ നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാം ഗൈസ് ഇത് കുടിച്ചിട്ട് ഞാൻ വരാം ഓ ടാറ്റാ ഓക്കെ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ പ്രദേശത്ത് ഞാൻ തിരിച്ചെത്തി. ഈ വീഡിയോ എനിക്ക് അവളായിട്ടിരുന്ന് എന്ത് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷെ നടന്നില്ല ഗൈസ്, അവൾക്ക് നാണം. പിന്നെ ഞാൻ ഇങ്ങനെ പോന്ന് പിന്നെ അവളുടെ കൊച്ചൊക്കെയായിട്ടൊന്ന് കളിച്ചിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല സമയം പോലും അറിയില്ല ഗൈസ്, പിള്ളേരൊക്കെ ഉള്ളപ്പോൾ നല്ല മൂടാണല്ലോ, ഹാപ്പിനെസ് സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് ഓർത്താണ്. പിന്നെ പ്രത്യേകിച്ച് പിന്നെ കുറച്ച് അവളെ പ്രഷർ ചെയ്യാൻ വേണ്ടി പോയതാണ് ഗൈസ്. എൻ്റെ മറ്റേ പ്രേമത്തിൽ കമ്പനി അടിപ്പിച്ച് എല്ലാ ബന്ധങ്ങളും ഇതാക്കി തന്നിട്ടിരിക്കണ കണക്റ്റാക്കി തന്നിട്ടിരിക്കണ അവളാട്ടാ. കാരണം അവളുടെ കമ്പനിക്കാരിമാരൊക്കെയാണ് അവള്. അതുകൊണ്ടാണ് ഞാൻ അവളുടെയും പ്രഷർ അടിപ്പിച്ചിട്ടിരിക്കണ. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ലോകം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നൈസായിട്ട് ഞാൻ എന്ത് ചെയ്ത് അവസാനിക്കുന്നത് അടുത്തൊരു വീഡിയോ ഇട്ട് തരാം. ഓക്കെ.